നമസ്കാരം. മികച്ച ക്വാർട്ടർലി റിസൾട്ടിന്റെ പിൻബലത്തിൽ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഡീസന്റ് പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ് ടൈറ്റാൻ കമ്പനി ലിമിറ്റഡ്. ടൈറ്റാൻ 3731 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 3.31 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 89. ടൈറ്റാൻ്റെ ക്വാർട്ടർലി റിസൾട്ട് മികച്ചതായതുകൊണ്ടാണ് സ്റ്റോക്കിന് നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാൻ പറയുന്നത്. പ്രത്യേകിച്ചും ജ്വല്ലറി സെക്ടറിലെ തങ്കമയിൽ ക്വാർട്ടർലി റിസൾട്ടിന് ശേഷം മികച്ച പെർഫോമൻസ് നടത്തിയ സാഹചര്യത്തിൽ ഇവിടെ ഫെസ്റ്റീവ് സീസണിൻ്റെ പിൻബലത്തിൽ ജ്വല്ലറി സെക്ടറിലെ സ്റ്റോക്കുകളെല്ലാം ഈ ക്വാർട്ടറിൽ ഡീസൻറ്റ് പെർഫോമൻസ് നടത്തിയെന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ. ടൈറ്റാൻ്റെ പ്രോഫിറ്റ് 43% വർദ്ധിച്ച് 1006 കോടിയിലേക്ക് എത്തുകയും കമ്പനിയുടെ റവന്യൂ 25% വർദ്ധിച്ച് 13,215 കോടിയിൽ നിന്നും 16,534 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. കൂടാതെ സെപ്റ്റംബർ ക്വാർട്ടറിൽ 21% CAGR കൂടിയുള്ള ഹെൽത്തി ഗ്രോത്ത് കമ്പനി കൈവരിക്കുകയും ചെയ്തു. ഇവിടെ ജ്വല്ലറി സെക്ടറിൽ തനിഷ്കിൻ്റെയും കാരറ്റ്ലൈൻ്റെയും പെർഫോമൻസ് മികച്ചതാണ്. ടൈറ്റാൻ എന്ന കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് മാർജിൻ തന്നെ 7.8% നിന്നും 9% ഉയരുകയും ചെയ്തു. ജ്വല്ലറി ഡിവിഷനിലെ പെർഫോമൻസ് നോക്കിയാൽ റവന്യൂ 12,771 കോടിയിൽ നിന്നും 16,552 കോടിയിലേക്കെത്തി. ഫെസ്റ്റീവ് ഡിമാൻഡ്, കൺസ്യൂമർ സെൻറ്റിമെൻറ്റ് എന്നിവയുടെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്കിൽ ബൈയിങ് മൊമെൻറ്റം വന്നിരിക്കുന്നത്. വാച്ച് ആൻഡ് വിയറബിൾ സെഗ്മെൻറ്റിൽ 13% വളർച്ച കൈവരിക്കുകയും റവന്യൂ 1,304 കോടിയിൽ നിന്നും 1,477 കോടിയിലേക്ക് ഉയരുകയും ചെയ്തു. ഐ കെയർ ഡിവിഷനിലെ റവന്യൂ 202 കോടിയിൽ നിന്നും 220 കോടിയിലേക്ക് എത്തിയപ്പോൾ ഇന്ത്യൻ ഡ്രസ് വിയർ, ഫ്രാഗ്രൻസ്, ആക്സസറീസ് തുടങ്ങിയ സെക്ടറിലെ റവന്യൂ 301 കോടിയിൽ നിന്നും 557 കോടിയിലേക്ക് ഉയർന്നു. ടൈറ്റാൻ എന്ന സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 3750 ഒരു പ്രധാന റെസിസ്റ്റൻസ് തന്നെയാണ്. ഈ റെസിസ്റ്റൻസിന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്താൽ ഫർദർ അപ്സൈഡ് മൊമെൻറ്റം സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. അതേസമയം 3300 സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ടായി പ്രവർത്തിക്കുകയും ചെയ്യും. ഇനി ടൈറ്റാൻ്റെ വീക്കിലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ ദീർഘകാലമായി, അതായത് 2024 മുതൽ 2025 നവംബർ മാസം വരെ സ്റ്റോക്ക് ഒരു പ്രത്യേക റേഞ്ചിനുള്ളിൽ കൺസോളിഡേറ്റ് ചെയ്യുകയാണ്. 3250 രൂപയുടെ സപ്പോർട്ടും 3800 രൂപയുടെ റെസിസ്റ്റൻസും. ഈ സപ്പോർട്ട് റെസിസ്റ്റൻസ് സോണുകൾക്കിടയിലുള്ള ഒരു മൂവ്മെൻറ്റാണ് ടൈറ്റാൻ എന്ന കമ്പനി ഇപ്പോൾ നടത്തുന്നത്. ക്വാർട്ടർലി റിസൾട്ടിൻ്റെ പശ്ചാത്തലത്തിൽ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യേണ്ട രണ്ടാമത്തെ സ്റ്റോക്ക് ഭാരതി എയർടെല്ലാണ്. ഭാരതി എയർടെൽ 1% ഉയർന്ന് 2077 അടുത്ത് ക്ലോസിംഗ് നൽകി. 52 വീക്ക് ഹൈ 2110, 52 വീക്ക് ലോ 1511. ഭാരതി എയർടെലിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റ് 89% വർദ്ധിച്ച് 3,593 കോടിയിൽ നിന്നും 6,791 കോടിയിലേക്കെത്തി. കൺസോളിഡേറ്റഡ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ 41,473 കോടിയിൽ നിന്നും 52,145 കോടിയിലേക്ക് എത്തുകയും 25% വളർച്ച കൈവരിക്കുകയും ചെയ്തു. ഇന്ത്യ ബിസിനസ് റവന്യൂ 38,690 കോടിയിൽ നിന്നും 22% വളർന്നപ്പോൾ ഭാരതി എയർടെലിൻ്റെ ഇയർ ഓൺ ഇയറിലെ ഗ്രോത്ത് 13.2% മാറുകയും ചെയ്തു. ഭാരതി എയർടെലിൻ്റെ ആവറേജ് റവന്യൂ പെർ യൂസർ 23 രൂപ പെർ യൂസർ എന്ന നിലയിലാണ്. കസ്റ്റമർ ബേസ് 15 കൺട്രികളിലായി 62.4 കോടിയുടെ കസ്റ്റമർ ബേസ് കമ്പനി ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു. ഈ ഫാക്റ്റുകളുടെ പശ്ചാത്തലത്തിൽ നമ്മൾക്ക് സ്റ്റോക്കിനെ പരിഗണിക്കാവുന്നതാണ്. റീസെൻ്റ്ലി ഭാരതി എയർടെൽ എന്ന സ്റ്റോക്ക് 2000 എന്ന ലെവലിൽ ബ്രേക്കൗട്ട് നൽകിയതിനു ശേഷം 2800 വരെ ഉയർന്നു. വീണ്ടും സ്റ്റോക്ക് ബ്രേക്കൗട്ട് നൽകാനുള്ള സാധ്യത കൂടുതലാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.